ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. പ്രിയമുള്ളവരെ, ഒന്നുകിൽ ചൂടുള്ളവരാകണം, അല്ലെങ്കിൽ തണുപ്പുള്ളവരാകണം. ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്ണനായാൽ ദൈവം തൻ്റെ വായിൽ നിന്ന് നമ്മെ തുപ്പിക്കളയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥമായ വെളിപാട് പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയിലാണ് നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ന് എപ്പിസോഡ് 9. ലവോദിക്കയിലെ സഭയ്ക്ക് കർത്താവായ യേശുക്രിസ്തു നൽകുന്ന നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളുമാണ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെളിപാട് പുസ്തകത്തിൻ്റെ അധ്യായം 3, വാക്യങ്ങൾ 14 മുതൽ 22 വരെ. ലവോദിക്കയിലെ സഭയ്ക്ക്. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. നീ തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയാൻ പോകുന്നു. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനായി, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ ദുരിതപൂർണനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണവും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വിധം ധരിക്കാൻ ധവള വസ്ത്രങ്ങളും കാഴ്ച ലഭിക്കാൻ കണ്ണിലെഴുതാനുള്ള ലേപവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാവുക, മാനസാന്തരപ്പെടുക. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഞാൻ അവനോടൊത്തും അവൻ എന്നോടൊത്തും വിരുന്നിനിരിക്കും. വിജയം വരിക്കുന്നവനെ ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തൊട്ടു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത് ഫിലാഡൽഫിയയിലെ സഭയെക്കുറിച്ചാണ്. ഫിലാഡൽഫിയയിൽ നിന്ന് തെക്ക് കിഴക്ക് മാറി 40 മൈൽ അകലെയായിരുന്ന ഒരു നഗരമാണ് ലവോദിക്ക. ലവോദിക്ക വളരെ സമ്പന്നമായ ഒരു നഗരമായിരുന്നു. ഈ കത്ത് എഴുതപ്പെടുന്നതിന്, അല്ലെങ്കിൽ കർത്താവ് യേശുമിശിഹാ ഇത് പറയുന്നതിന് ഏകദേശം 30 വർഷത്തിന് മുൻപ് ഈ നഗരം ഒരു ഭൂമികുലുക്കത്തിൽ സമ്പൂർണമായി നശിപ്പിക്കപ്പെടുകയും എന്നാൽ അവർ കണ്ണ് ചിമ്മുന്ന വേഗതയിൽ ഈ നഗരത്തെ പുനർനിർമ്മിക്കുകയും ചെയ്ത ഒരു ചരിത്രം, അത്രയധികം സമ്പത്തും കഴിവുമുണ്ടായിരുന്ന ഒരു നഗരത്തിൻ്റെ ചരിത്രം ലവോദിക്കയുടെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ട്. ലവോദിക്കയിലെ സഭ സ്ഥാപിച്ചത് പൗലോസ് അപ്പോസ്തലൻ്റെ സഹസുവിശേഷകനായിരുന്ന എപ്പഫ്രാത്തസ് എന്ന ദൈവ മനുഷ്യനാണ്. ഈ കാര്യത്തെക്കുറിച്ചുള്ള സൂചനകൾ കൊളോസോസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും കൊളോസോസ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 12 മുതൽ 16 വരെ വാക്യങ്ങളിലും കാണാൻ കഴിയും. ലവോദിക്ക നഗരം പ്രത്യേക ശ്രദ്ധയാകർഷിച്ചിരുന്നത് അതൊരു ബാങ്കിങ് സെൻ്ററായിരുന്നതുകൊണ്ടാണ്. സാമ്പത്തികമായ ഇടപാടുകൾക്ക് പേരുകേട്ട സ്ഥലമായിരുന്നു, ബാങ്കിങ്ങിന് പേരുകേട്ട സ്ഥലമായിരുന്നു ലവോദിക്ക. ലവോദിക്കയുടെ മറ്റൊരു ചരിത്രപ്രധാനമായ പ്രത്യേകത, ഈ നഗരം ശ്രേഷ്ഠമായ വിശിഷ്ടമായ വസ്ത്രങ്ങൾക്ക് പേരുകേട്ട ഒരു നഗരമായിരുന്നു. ഒരുപക്ഷെ ഈ 2 കാര്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ലവോദിക്കയെ വ്യത്യസ്തമാക്കി മാറ്റിയതും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയതും ലവോദിക്കയിൽ ഉണ്ടായിരുന്ന ഒരു മെഡിക്കൽ സ്കൂളാണ്. കണ്ണിൻ്റെ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്ന, കാഴ്ച തെളിയാൻ ഉപയോഗിച്ചിരുന്ന ഫിർജിയൻ പൗഡർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കണ്ണിലെഴുതാനുള്ള ലേപം, ഒരു ഓയിൻമെൻറ്റ് കണ്ടുപിടിച്ചതും വിപണനം ചെയ്തതും പുരാതന കാലത്ത് അതിൻ്റെ പേരിൽ ശ്രദ്ധയാകർഷിച്ചതുമായ ഒരു നഗരമായിരുന്നു ലവോദിക്ക. ലവോദിക്കയിലെ മെഡിക്കൽ സ്കൂൾ വളരെ പ്രശസ്തമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഫാഷൻ്റെയും ഒരു പേരുകേട്ട നഗരം എന്ന നിലയിൽ ലവോദിക്കയ്ക്ക്, ആ നഗരത്തിന്, സ്വാഭാവികമായി ആ നഗരത്തിലുള്ള സഭയ്ക്ക് ആത്മവിശ്വാസം കൂടുതലായിരുന്നു. ഈ ലവോദിക്ക നഗരത്തിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു പട്ടണമാണ് ഹീരാപോളിസ്. ഹീരാപോളിസ് ചരിത്രത്തിൽ പേരുകേട്ടിരുന്നത്
സൗഖ്യദായക ശേഷിയുള്ള ചൂടുവെള്ളം വരുന്ന നീരുറവകളുടെ പേരിലാണ്. ഹീരാപോളിസിൽ ഉണ്ടായിരുന്ന ചില നീരുറവകളിൽ നിന്ന് വന്നിരുന്ന ചൂടുവെള്ളം, അത് ഭൂമിയിൽ നിന്ന് വരുമ്പോൾ തന്നെ നല്ല ചൂടോടെ വരുന്ന വെള്ളമാണ്. ആ ചൂടുവെള്ളം പല രോഗങ്ങൾക്കുമുള്ള സൗഖ്യത്തിന് സഹായകരമായ ജലമായിരുന്നു. അങ്ങനെ ലവോദിക്കയുടെ തൊട്ടടുത്ത നഗരമായിരുന്ന ഹീരാപോളിസ് പ്രസിദ്ധമായിരുന്നത് ഈ ചൂടുവെള്ളത്തിൻ്റെയും അത് കൊടുക്കുന്ന സൗഖ്യത്തിൻ്റെയും പേരിലായിരുന്നു. ലവോദിക്ക നഗരത്തിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു നഗരമാണ് കൊളോസോസ്. കൊളോസോസ് പ്രസിദ്ധി ആർജിച്ചിരുന്നത് അവിടുത്തെ വളരെ തണുപ്പുള്ള വെള്ളത്തിൻ്റെ പേരിലാണ്. അപ്പോൾ നോക്കുക, ലവോദിക്കയുടെ ഇടത്തും വലത്തുമായി സ്ഥിതി ചെയ്യുന്ന രണ്ട് നഗരങ്ങൾ. ഒരു നഗരം വളരെ ചൂടുള്ള വെള്ളത്തിനും മറ്റൊരു നഗരം വളരെ തണുത്ത വെള്ളത്തിനും പേരുകെട്ടിരിക്കുമ്പോൾ ലവോദിക്കയ്ക്ക് ജലസ്രോതസ്സുകൾ ഉണ്ടായിരുന്നില്ല. ലവോദിക്കയ്ക്ക് വെള്ളം വേണമെങ്കിൽ തൊട്ടടുത്തുള്ള നഗരമായ ഹീരാപോളിസിൽ നിന്ന് അവിടെ നിന്ന് ഒഴുകി വരുന്ന ചൂടുവെള്ളം ലവോദിക്കയിലെത്തുമ്പോഴേക്കും അത് മന്ദോഷ്ണമായ ജലമായി മാറുമായിരുന്നു, ലൂക്ക്വാം വാട്ടറായി മാറുമായിരുന്നു. ആ വെള്ളം കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതും ആയിരുന്നു. ഈ സാഹചര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ചരിത്രപരമായ അടയാളങ്ങളും സൂചനകളും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കർത്താവ് ലവോദിക്കയിലെ സഭയോട് പറയുന്ന വാക്കുകളെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ ഇപ്രകാരം പറയുന്നു. കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നത് ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ വിറ്റ്നസ്, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി. നിങ്ങൾ ഓർക്കേണ്ടത്, സാക്ഷി എന്ന ആ വാക്ക്, സാക്ഷിയാവുക, രക്തസാക്ഷിയാവുക, കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുക, പീഡനത്തിന് നടുവിലും സാക്ഷ്യം നൽകുക. ഈ വാക്ക് വളരെയധികം ആവർത്തിക്കപ്പെടുന്നൊരു വാക്കാണ് വെളിപാട് പുസ്തകത്തിൽ. ഒരുപക്ഷെ നമ്മുടെ ജീവിത നിയോഗം തന്നെ സാക്ഷ്യമായി ജീവിച്ച് മരിക്കുക എന്നതാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സാക്ഷ്യമാകുന്നില്ലെങ്കിൽ ആകാനുള്ള ഏക സാധ്യത സ്കാൻഡലാവുക എന്നുള്ളതാണ്. എതിർ സാക്ഷ്യമാവുക, ഉതപ്പാവുക. നിങ്ങൾ സുവിശേഷത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉതപ്പാകുന്നവൻ്റെ തലവര കഴുത്തിൽ തിരികല്ല് കെട്ടി കടലാഴങ്ങളിലേക്ക് എറിയപ്പെടുക എന്നതാണ്. അത്ര രൂക്ഷമായ ഭാഷയാണ് കർത്താവ് ഉതപ്പാകുന്നതിനെ സംബന്ധിച്ച് എഴുതി നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സാക്ഷ്യമാകാത്ത എല്ലാ ഇടങ്ങളിലും നമ്മൾ ഉതപ്പാവുകയാണ്. നമ്മളെ തന്നെ വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരാം. എൻ്റെ ജീവിതം, എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി, മൂന്നാമതൊരാൾ അല്ലെ രണ്ടാമതൊരാൾ എന്നെ നോക്കിക്കാണുമ്പോൾ എൻ്റെ ജീവിതം ഒരു സാക്ഷ്യമാണോ സ്കാൻഡലാണോ? ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് നമുക്ക് നമ്മുടെ നാളത്തെ നിത്യതയെ അടയാളപ്പെടുത്താൻ കഴിയും. നമ്മൾ ദൈവരാജ്യത്തിലാണോ അതിന് പുറത്താണോ എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായി ഇതിനെ എടുക്കാം. എൻ്റെ ജീവിതം ക്രിസ്തുവിനെ ഏതെങ്കിലും തരത്തിൽ വെളിപ്പെടുത്തുന്നുണ്ടോ? എന്നിലൂടെ പുറത്തു വരുന്നത് പിശാചാണോ, ഞാനാണോ, യേശുവാണോ? ഈശോ തന്നെ പരിചയപ്പെടുത്തുന്നത് ആമേൻ എന്നാണ്. ആമേൻ എന്ന വാക്കിന് ഏറ്റവും ലളിതമായ ഒരർത്ഥം പറഞ്ഞാൽ റിലയബിൾ എന്നാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ, വിശ്വസ്തൻ. ഈ ലോകത്ത് ഞാൻ ആമേനാണ് എന്ന് പറയാൻ കഴിയുന്ന ഏക വ്യക്തി ഈശോ മാത്രമാണ്. കാരണം അവൻ പറഞ്ഞത് ജീവിച്ചു. അവൻ ജീവിക്കുക മാത്രമല്ല, പറഞ്ഞത് ജീവിതം കൊണ്ടും ജീവൻ കൊടുത്തും മരിച്ചും തെളിയിച്ചു. മരണത്തിന് അവൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. മരിച്ചു കഴിഞ്ഞ് മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു. കഴിഞ്ഞ 2000-ലധികം വർഷങ്ങളായി അവൻ താൻ വിശ്വസ്തനും സത്യവാനുമാണെന്ന്, ആമേനാണെന്ന്, റിലയബിൾ ആണെന്ന് തെളിയിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഇനി മറ്റൊരു പ്രത്യേകത ലവോദിക്കയിലെ സഭയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സഭയെക്കുറിച്ച് സാധാരണ മറ്റ് സഭകളോട് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരൊറ്റ നന്മ പോലും അവരെക്കുറിച്ച് കർത്താവ് പറയുന്നില്ല. അത് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നാൽ ഈ സഭ ഒരു വിഗ്രഹാരാധകരുടെ സഭയായിരുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നവരുടെ സഭയായിരുന്നില്ല, വ്യാജം പഠിപ്പിക്കുന്നവരുടെ സഭയായിരുന്നില്ല. ഞാൻ ഈ 3 കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, വ്യഭിചാരം, വിഗ്രഹാരാധന, വ്യാജ പ്രബോധനം, ഇവ 3മാണ് നമ്മൾ മുൻപ് വായിച്ച മറ്റ് പല സഭകൾക്കും നേരെ കർത്താവ് ഉന്നയിച്ച ആരോപണം.
ലവോദിക്കയിലെ സഭയോട് ഇത്തരം ആരോപണങ്ങളൊന്നും തന്നെ നൽകപ്പെടുന്നില്ല. പക്ഷേ രൂക്ഷമായ ഭാഷയിൽ കർത്താവ് വിമർശിക്കുന്നത് ഈ സഭയുടെ പ്രധാനപ്പെട്ട മറ്റ് ചില പോരായ്മകളാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് വായിക്കാം. വാക്യം 15: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. എപ്പോഴും നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് നീതീകരിക്കുന്നത് പ്രവൃത്തികളാൽ അല്ല. എന്നാൽ ദൈവം നമ്മളെ നീതീകരിച്ചത് പ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണ്, കെട്ട വിശ്വാസമാണ്. അന്ത്യവിധി നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ എന്ന മാനദണ്ഡം വെച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മെ സ്നേഹപൂർണതയിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ലെങ്കിൽ, സ്നേഹത്തിൻ്റെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ലെങ്കിൽ, ആ വിശ്വാസം സുവിശേഷങ്ങളിലൂടെ ക്രിസ്തു പഠിപ്പിച്ച വിശ്വാസമല്ല. വിശ്വാസത്തിനകത്ത് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളുണ്ട്, ഉണ്ടാവണം. അതുകൊണ്ട് ഓരോ തവണ ഓരോ സഭയെയും കർത്താവ് താക്കീത് ചെയ്യുകയോ പ്രശംസിക്കുകയോ ചെയ്യുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്: നിൻ്റെ പ്രവൃത്തികൾ ഞാൻ നോക്കിക്കാണുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. നീ തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയാൻ പോകുന്നു. കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന ആദ്യത്തെ ആരോപണം ഇൻഡിഫറൻസ് ആണ്. ലൂക്ക് വാംനെസ്, നിർമ്മമത. ഹീരപ്പോളിസിൽ നിന്ന് വന്ന ചൂടുവെള്ളം ലവോദിക്കയിലെത്തുമ്പോൾ ലൂക്ക് വാം വാട്ടറായി മാറുമായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ. കുടിക്കാൻ കൊള്ളാത്ത വെള്ളം, അല്ലെങ്കിൽ കുടിക്കുമ്പോൾ ഛർദി വരുന്ന വെള്ളം. ഞാൻ നിന്നെ തുപ്പിക്കളയും എന്നാണ് പറയുന്നത്. പക്ഷേ ഉപയോഗിക്കുന്ന വാക്ക് വൊമിറ്റ് എന്ന് പറയുന്ന, ഛർദിച്ചു കളയും എന്ന് പറയുന്ന വാക്കാണ്. എൻ്റെ വായിൽ നിന്ന് നിന്നെ ഞാൻ വൊമിറ്റ് ചെയ്ത് കളയും. അതിൻ്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തുവിനെ, സഭയാകുന്ന അവൻ്റെ ശരീരത്തെ സിക്കാക്കുന്ന, രോഗിയാക്കുന്ന ഒരു മഹാപാപമാണ് നിർമ്മമത, അല്ലെങ്കിൽ ഇൻഡിഫറൻസ്, മാരകമായ ഇൻഡിഫറൻസ്. എന്താണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഉദ്ദേശിക്കുന്നത്? സ്വന്തം കാര്യത്തിന് അപ്പുറത്ത് മറ്റാരുടെയും കാര്യത്തെക്കുറിച്ച് ഒരു ഭാരവും ആകുലതയും ഇല്ലാത്ത അനേകായിരങ്ങളെ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. മദ്യപാനികളെ കൊണ്ട് കുടുംബങ്ങൾ തകരുമ്പോൾ അതാരെയും ഭാരപ്പെടുത്തുന്നില്ല. കുഞ്ഞുങ്ങൾ അവിശ്വാസത്തിലേക്കും പാപത്തിലേക്കും അതിൻ്റെ പാതാളക്കുഴിയിലേക്കും കൂപ്പുകുത്തി പ്രാണന് വേണ്ടി പിടയുമ്പോൾ അത് ഒരാളെ ഭാരപ്പെടുത്തുന്നില്ല. വിശ്വാസത്തിൽ വളരാതെ ഒരു ജനം തമ്മിലടിച്ച് നശിക്കുമ്പോൾ അതാരെയും ഭാരപ്പെടുത്തുന്നില്ല. പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ, സഭാമക്കളുടെ ദുരിതം നിറഞ്ഞ ജീവിതം ആരെയും ഭാരപ്പെടുത്തുന്നില്ല. സിരകളിലേക്ക് കുത്തിക്കയറ്റിയ മയക്കുമരുന്ന് ഒരു തലമുറയുടെ തന്നെ ബോധം കെടുത്തിക്കളയുമ്പോൾ അതാരെയും ഭയപ്പെടുത്തുന്നില്ല, ആരെയും ഭാരപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ പേരാണ് നിർമ്മമത. എനിക്ക് ഭക്ഷണവും എനിക്ക് വസ്ത്രവും എനിക്ക് എൻ്റെ ജീവിത സൗകര്യങ്ങളുമുള്ള കാലത്തോളം മറ്റൊരാളുടെ കണ്ണുനീര് എനിക്കെങ്ങനെയാണ് ബാധകമാവുന്നത്? അതെന്നെ അസ്വസ്ഥതപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന മാരകമായ, ഭയാനകമായ നിർമ്മമത. ക്രിസ്തു യേശുവിൽ പുതിയ സൃഷ്ടിയാവാൻ പിറവിയെടുത്ത ഒരു മനുഷ്യാത്മാവ് തൻ്റെ സഹജീവിയെക്കുറിച്ച് ഭാരപ്പെടുത്തുന്നവനാവണമെന്നത് അയാൾ ക്രിസ്തുവിലാണ് എന്നതിൻ്റെ തെളിവാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് ഭാരമില്ലാത്ത ഒരു വിശ്വാസി ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനകത്തുള്ള ഒരാളേ അല്ല. അയാൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ അറിഞ്ഞിട്ടേയില്ല. ഇങ്ങനെ ഒരു നിർമ്മമത പാലിക്കുന്നതിന്, ഇങ്ങനെ ഒരു ഇൻഡിഫറൻ്റായ കാഴ്ചപ്പാടോടെ ജീവിക്കുന്നതിന് ഈ സഭയെ പ്രേരിപ്പിച്ചത് താൻ ധനികനാണ് എന്ന ചിന്തയാണ്. തനിക്കെല്ലാം ഉണ്ട്. അതാണ് അടുത്ത വാക്യം. എന്തെന്നാൽ, വാക്യം 17, എന്തെന്നാൽ ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനായി, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ ദുരിതപൂർണനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ലവോദിക്കയിലെ സഭയുടെ രണ്ടാമത്തെ മാരകമായ കുറ്റം അവരുടെ അമിതമായ സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസവും അവരുടെ ഇൻഡിപെൻഡൻസുമാണ്. അവർ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയും. ഒരു വലിയ ഭൂമികുലുക്കം ഉണ്ടായാൽ പോലും ഞങ്ങൾ കണ്ണിമ ചിമ്മുന്ന വേഗതയിൽ ഈ നഗരത്തെ പുനർനിർമ്മിച്ചെടുക്കുമെന്ന അമിതമായ ആത്മവിശ്വാസം, ഈ ഓവർ കോൺഫിഡൻസ്. കർത്താവ് പറയുകയാണ്, നീ പറയുന്നു നീ ധനികനാണ്, നീ സമ്പന്നനായി, നിനക്ക് ഒന്നിനും കുറവില്ല. മൂന്നാമത്തെ ആരോപണം, പക്ഷേ നിന്റെ യഥാർത്ഥ അവസ്ഥ നീ അറിയുന്നില്ല. അത് അവരുടെ ഇഗ്നറൻസാണ്, അല്ലെങ്കിൽ അജ്ഞതയാണ്. എന്താണ് അവരുടെ അജ്ഞത? അവരറിയുന്നില്ല. അവർ ദുരിതപൂർണരാണ്,
ദയനീയരാണ്, ദരിദ്രരാണ്, അന്ധരാണ്, നഗ്നരാണ്. ഇവിടെയാണ് കർത്താവ് അവരോട് പറയുന്നത്, ഈ ദാരിദ്ര്യം, ഈ ഇല്ലായ്മ നീ അംഗീകരിക്കണം. ലവോദിക്കയിലെ സഭയ്ക്ക് ഇല്ലാത്തത് തങ്ങളുടെ ഇല്ലായ്മ തിരിച്ചറിയാനുള്ള കഴിവാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അനുതാപമാണ്. എന്താണ് അനുതാപം? ഒരാൾ തൻ്റെ ഇല്ലായ്മ, തൻ്റെ ബലഹീനത, പാപം തിരിച്ചറിയുന്ന അവസ്ഥയുടെ പേരാണ് അനുതാപം. അവർക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബലഹീനത മാറ്റാൻ നീ എൻ്റെ കയ്യിൽ നിന്ന് ചില കാര്യങ്ങൾ വില കൊടുത്തു വാങ്ങണം. നീ ധനികനാകണമെങ്കിൽ, ഇപ്പോൾ നീ ധനികനാണെന്നാണ് കരുതുന്നത്, എന്നാൽ അങ്ങനെയല്ല. നീ ധനികനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങണം. എന്താണ് അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം? അത് സഹനങ്ങളിലൂടെ സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട വിശ്വാസമാണ്. ഒരു വ്യക്തിയുടെ വിശ്വാസം അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം പോലെയാകുന്നത് അത് ആഴമായ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. വേദനയുടെയും സഹനത്തിൻ്റെയും യാഥാർത്ഥ്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെ തിടം ചെയ്ത് എടുക്കുന്നത്. രണ്ടാമതായി കർത്താവ് പറയുന്നു, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വിധം ധരിക്കാൻ ധവളവസ്ത്രം വാങ്ങുക, വെള്ളവസ്ത്രം വാങ്ങുക. വെള്ളവസ്ത്രം അവരുടെ വിശുദ്ധ ജീവിതമാണ്, ധാർമ്മിക ജീവിതമാണ്. ഈ ലവോദിക്കയിലെ സഭയെക്കുറിച്ച് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ആ നഗരത്തെക്കുറിച്ച് പറയപ്പെടുന്ന മറ്റൊരു സൂചന, അവരെപ്പോഴും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ധരിക്കുന്ന കറുത്ത വസ്ത്രങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതവും കുറെ കൂടി ഇരുണ്ടതായി, ഡാർക്കായി മാറിയിട്ടുണ്ട്. നിങ്ങൾ ധവളവസ്ത്രം, വിശുദ്ധിയുടെ ജീവിതം നയിക്കണം. മൂന്നാമതായി കർത്താവ് പറയുന്നു, കാഴ്ച നിനക്ക് ലഭിക്കണമെങ്കിൽ കണ്ണിലെഴുതാനുള്ള ലേപം എന്നോട് വാങ്ങുക. ലവോദിക്കയിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, കണ്ണിൻ്റെ കാഴ്ച തെളിയുന്നതിനുള്ള ഒരു മരുന്ന് ആ നഗരത്തിൽ പ്രസിദ്ധമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കർത്താവ് പറയുകയാണ്, നിന്റെ പുറമേയുള്ള കണ്ണിൻ്റെ മങ്ങിയ കാഴ്ചയെ തിരികെ കൊണ്ടുവരാൻ നീ ഉൽപ്പാദിപ്പിച്ച മരുന്നിന് കഴിയുമെങ്കിൽ നിന്റെ ആത്മീയ അന്ധത മാറ്റാൻ അതിന് കഴിവില്ല. ആത്മീയ അന്ധത മാറ്റാൻ നീ എന്നോട് നിന്റെ കണ്ണ് തെളിയാനുള്ള ലേപം, അഞ്ജനം വാങ്ങുക. എന്താണ് ഈ ലേപം? ദൈവരാജ്യ ജീവിതത്തിൻ്റെ മഹനീയതയും മാഹാത്മ്യവും മൂല്യവും ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്തുന്ന, അയാളുടെ കണ്ണ് തുറക്കുന്ന അവസ്ഥയുടെ പേരാണ് വീണ്ടും ജനനം. അത് സംഭവിക്കുന്നത്, കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവിലൂടെയാണ്. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, എവിടെ നിന്ന് അത് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. അതുപോലെയാണ് ദൈവാത്മാവിനാൽ വീണ്ടും ജനിച്ച ഏതൊരുവനും. പരിശുദ്ധാത്മാവാണ് ഈ കണ്ണിലെഴുതുന്ന ലേപം, കാഴ്ച തെളിയിക്കുന്ന ലേപം. ഈ ലോകത്തിൻ്റെ നശ്വരത തിരിച്ചറിയാനും ഭൗമിക സമ്പത്തിൻ്റെ നിരർത്ഥകതയെ മനസ്സിലാക്കാനും സ്വർഗീയ സമ്പത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയാനും ഉന്നതങ്ങളിലുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കാനും ഒരു മനുഷ്യനെ സഹായിക്കുന്ന ആത്മീയ തെളിച്ചത്തിൻ്റെ ഉറവിടം പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നീ തീക്ഷ്ണതയുള്ളവനാവുക, മാനസാന്തരപ്പെടുക. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞാൻ അവനോടൊത്തും അവൻ എന്നോടൊത്തും വരുന്നിരിക്കും. നമ്മൾ കണ്ടിട്ടുള്ള ചില ചിത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു വീടിൻ്റെ വെളിയിൽ നിന്ന് പ്രധാന വാതിൽക്കൽ മുട്ടി വിളിക്കുന്ന ഒരു ഇടയൻ്റെ ചിത്രമാണ്. എന്നാൽ ഈ ചിത്രം സൂചിപ്പിക്കുന്നത് അതല്ല. സത്യത്തിൽ ഇത് സഭയുടെ വെളിയിൽ നിന്ന് മുട്ടി വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യാത്മാവിൻ്റെ വെളിയിൽ നിന്ന് മുട്ടി വിളിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രമല്ല. ഇത് സഭയ്ക്കകത്ത് ജീവിക്കുന്ന ക്രിസ്തു, സഭാമക്കളാകുന്ന നമ്മൾ നമ്മുടെ ഹൃദയം തുറക്കാതെ വരുമ്പോൾ സഭയുടെ അകത്ത് നിന്ന് നമ്മൾ അടച്ചിട്ട വാതിലുകളിൽ മുട്ടി വിളിക്കുന്ന ചിത്രമാണ്. ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമായി പറയാം. അതായത് ഒരു അപരിചിതൻ വീടിൻ്റെ വെളിയിൽ നിന്ന് വീടിൻ്റെ പ്രധാന വാതിൽക്കൽ മുട്ടി വിളിക്കുന്ന ചിത്രമല്ലത്. മറിച്ച് വീടിനകത്തുള്ള നിങ്ങളുടെ ഭർത്താവ് തൻ്റെ ഭാര്യ മണവറയുടെ വാതിൽ കുറ്റിയിട്ട് അകത്തിരിക്കുമ്പോൾ ആ വാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കുന്ന ചിത്രമാണ്. സഭയ്ക്ക് വെളിയിൽ നിന്നല്ല ക്രിസ്തു മുട്ടി വിളിക്കുന്നത്, സഭയുടെ അകത്ത് നിന്നാണ്. സഭയുടെ അകത്ത് ക്രിസ്തുവിൻ്റെ വാതിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. അകത്തെ മുറികളിൽ, മണവറകളിൽ നമ്മൾ ക്രിസ്തുവിനെ പ്രവേശിപ്പിച്ചിട്ടില്ല. ക്രിസ്തു ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരാൾ തൻ്റെ സ്വകാര്യതയുടെ മുറിയുടെ വാതിൽ തുറക്കാത്തത്? 2-3 കാരണങ്ങളുണ്ട്. ഒന്നുകിൽ അയാൾ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ഇയാൾ അകത്തേക്ക് പ്രവേശിച്ചാൽ ഇയാൾ എൻ്റെ എല്ലാ സ്വകാര്യതകളും കാണും,
എന്ന ഭയം ഒരാളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ നമ്മളെ പിന്തിരിപ്പിക്കും. രണ്ടാമതായി, നമ്മൾ പ്രിയമുള്ള ഒരാളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാത്തതിൻ്റെ കാരണം നമുക്ക് ലജ്ജയുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു നാണക്കേടുളവാക്കുന്ന കാര്യം ഇയാളുടെ മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അയാൾ കാണും എന്നുള്ള ആ ലജ്ജ. മൂന്നാമത്തേത്, നമ്മൾ അകത്ത് ഒരുപാട് തിരക്കിലാണെങ്കിൽ, നമുക്കിഷ്ടമുള്ള അനേകം കാര്യങ്ങളിൽ അകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പ്രിയമുള്ള ഒരാൾ വാതിലിൻ്റെ അപ്പുറത്ത് നിന്ന് മുട്ടി വിളിക്കുമ്പോൾ തുറക്കാൻ നമ്മൾ മടി കാണിക്കും. ഈ കാരണങ്ങൾ എന്തുമാവട്ടെ, ലവോദിക്കയിലെ സഭ തൻ്റെ ഹൃദയമാകുന്ന മണവറയുടെ വാതിൽ ക്രിസ്തുവിൻ്റെ മുമ്പിൽ കൊട്ടിയടച്ചിരുന്നു. ആ മുറിക്കകത്ത് അവൾ പ്രവേശിപ്പിച്ചിരുന്ന കാമുകന്മാരായിരുന്നു പണവും ആരോഗ്യവും സൗന്ദര്യവും ഫാഷനും തന്നിൽ തന്നെയുള്ള ആശ്രയത്വവും എളിമയില്ലായ്മയും ഒക്കെ. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞാൻ അവനോടൊത്തും അവൻ എന്നോടൊത്തും വിരുന്നിനിരിക്കും. വിജയം വരിക്കുന്നവനെ ഞാൻ വിജയം വരിച്ചെൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. നോക്കുക, എത്ര വലിയ ഭാഗ്യം! കർത്താവിനോടൊത്ത് കർത്താവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള നിർമ്മമത ഉപേക്ഷിച്ച്, തന്നിൽ തന്നെയുള്ള ആശ്രയത്വം ഉപേക്ഷിച്ച്, നമ്മളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധത്തോടെ കർത്താവിലേക്ക് മടങ്ങി വന്നാൽ, യേശുവിനെ സ്നേഹിച്ചാൽ, അവിടുന്ന് ഇരിക്കുന്ന അതേ സ്ഥലത്ത് നമ്മളും ആയിരിക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ലവോദിക്കയിലെ സഭയോടുള്ള നിർദ്ദേശങ്ങളോടുകൂടി 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 4-ാം അധ്യായത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം ഞാൻ അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിവെക്കുകയാണ്. ഇപ്പോൾ വെളിപാട് പുസ്തകത്തിൻ്റെ 1, 2, 3 അധ്യായങ്ങൾ തീർന്നു. 7 സഭകൾ സത്യത്തിൽ നമ്മൾ ഓരോരുത്തരുമാണ്. ഈ 7 സഭകളോടുള്ള ദൂത് നമ്മളോട് ഉള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളാണ്, നമ്മളോടുള്ള താക്കീതുകളാണ്, നമ്മൾ ശ്രദ്ധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആവർത്തിച്ച് ഇത് നമ്മുടെ ആത്മീയ ധ്യാനത്തിൻ്റെയും വായനയുടെയും ഭാഗമായി മാറട്ടെ. ഓർക്കണം, കർത്താവ് ഈ അരുളി ചെയ്ത സഭകളൊന്നും തന്നെ ഇന്ന് നിലവിലില്ല. ദീപപീഠം ഞാൻ നീക്കിക്കളയും, നിങ്ങളെൻ്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിലെന്ന് കർത്താവ് യോഹന്നാനിലൂടെ അരുളി ചെയ്ത വെളിപാട് പറഞ്ഞതുപോലെ തന്നെ നിറവേറി. ആ ദീപപീഠങ്ങൾ, ആ സഭകൾ നീക്കം ചെയ്യപ്പെട്ടു. നാളെ ഇത് എൻ്റെ തലവരെയാവാം, നിങ്ങളുടെ തലവരെയാവാം. അതാകാതിരിക്കാൻ കർത്താവിൻ്റെ സ്വരം കുറെ കൂടി ഗൗരവമായി ശ്രദ്ധിക്കാൻ സഭകളോട് കർത്താവ് ആഹ്വാനം ചെയ്യുന്നു. ഞാൻ ഡാനിയലച്ചൻ നാളെ വീണ്ടും നിങ്ങളെ ഈ വചന പഠനവുമായി കണ്ടുമുട്ടുന്നത് വരെ ഒത്തിരി സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ ആ മനോഹരമായ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ദൈവസമ്പന്നവും അനുഗ്രഹം നിറഞ്ഞതുമാക്കി മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പലയിടങ്ങളിൽ വെച്ച് ആകസ്മികമായോ അവിചാരിതമായോ കണ്ടുമുട്ടുമ്പോഴൊക്കെ ചിലരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് പോകാറുണ്ട്, വെളിപാട് പുസ്തകത്തിൻ്റെ പഠനം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അത് കേൾക്കുന്നതാണ് എൻ്റെ സന്തോഷം. ദൈവജനം ആഴത്തിൽ വചനം പഠിക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കണം. വീണ്ടും കാണാം. കർത്താവ് അതുവരെയും നമ്മളെ കൃപയിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും നന്മയിലും സ്നേഹത്തിലും കാത്തുസൂക്ഷിക്കട്ടെ. ആമേൻ.